വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളിപ്പോൾ നമ്മുടെ ലേയിലേക്കുള്ള യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ലെമയൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയതാണ്. ലെമയൂരിലെ മൂൺലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ മേഖല ഇതാണ്. ഇതിങ്ങനെ വാലിയിലേക്ക് കുറേ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ഹൈവേ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഇത്രയും ഒരു ഭാഗമാണ്. ഇതിവിടെ ഇങ്ങനെ ക്രേറ്റേഴ്സും റിഡ്ജസും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭൂപ്രകൃതി. ഇത് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇവിടെ ചരിത്രാതീത കാലത്ത് ഉണ്ടായിരുന്ന ഒരു വമ്പൻ ലേക്ക് അതിങ്ങനെ വറ്റിയതിന് ശേഷം പുറത്തു വന്ന ആ ലേക്ക് ബെഡാണ് ഇതെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ടെക്ടോണിക് മൂവ്മെന്റും ഗ്ലേഷ്യർ മൂവ്മെന്റ്സും ഒക്കെ ആയിട്ട് വളരെ ഉറപ്പ് കുറഞ്ഞ സെഡിമെന്ററി റോക്ക് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു മൂൺലാൻഡ് ആയിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ചന്ദ്രോപരിതലം തന്നെ ഉണ്ട് എന്നുള്ളത് ഒരു രസകരമായ കാര്യമാണ്. ലെമയൂരിന്റെ മറ്റൊരു സവിശേഷത ഇവിടെ ബോണിസം നിലനിന്നിരുന്നു അത്രേ ബുദ്ധിസ്റ്റിന്റെ വരവിന് മുൻപ്. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ബോണിസത്തിന്റെ ചില അംശങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും വേണ്ടതാണ്. പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് അതിന്റെ മുഖ്യമായ കാര്യം. അത് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണല്ലോ. ലെമയൂരിന്റെ മൂൺലാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ വളരെ ഉയരമുള്ള മലകൾക്കിടയിൽ കൂടെയായി നമ്മുടെ യാത്ര. വലത്ത് നല്ല ഡീപ്പായിട്ടുള്ള കൊക്കയാണ്, ഗോജാണ് ശരിക്കും. പക്ഷേ വളരെ ദുഷ്കരമായിട്ട് തോന്നുന്ന ഈ മലകളുടെ ഇടയിൽ കൂടെയും റോഡ് നല്ല റോഡാണ്, ഒരു കുഴപ്പമില്ല. സൈഡിലൊക്കെ കുറച്ച് ഇടിഞ്ഞു പോയത് ശരിയാക്കുന്നു, അങ്ങനെയൊക്കെയുള്ളേ ഉള്ളൂ. നല്ല സൈഡൊക്കെ കെട്ടി വളരെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് നമ്മുടെ BRO. വർക്ക് ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അവിടം വരെ എത്തി, ഇനിയും കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ത്രൂ ഔട്ട് ചെയ്യുമായിരിക്കും. കൂറ്റൻ പർവ്വതങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോണത്. ശരിക്കും ഒരു മതിലിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ രണ്ടു വശത്തും എഴുന്ന് നിൽക്കുന്ന മലകളുടെ ഉള്ളിൽ കൂടെ ഡീപ്പ് ഡൗൺ ആയിട്ടുള്ള റോഡിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ്. ശരിക്കും ലഡാക്കിലെ ഈ ഒരു റോഡ്, ശ്രീനഗറിലെ ഈ ഹൈവേ ലഡാക്കിലേക്കുള്ള ഈ റോഡ്, ഇതുപോലെ ഒരു റോഡ് ഇന്ത്യയിൽ ഒരു പക്ഷേ വേറെ എവിടെയും ഉണ്ടായിരിക്കില്ല. അതിൻ്റെ അടിയിൽക്കൂടെ ഇങ്ങനെ വരഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ആ ലോറി ഈ വശത്തോടെ പോകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം തട്ടുകയാവോ അതുപോലെ തോന്നും നമുക്ക്. എന്തായാലും കല്ലിങ്ങനെ പിടിപിടുന്ന് വീഴുന്നുണ്ട്. ഫോളിങ് സ്റ്റോൺ ഏരിയ എന്നൊക്കെ പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പോവുക, എന്തെങ്കിലും വീഴാതെ നോക്കുക, അത്രേ ഉള്ളൂ. പിന്നിന് പരാക്രമ അതിനെ കീറുന്നി ഇതൊക്കെ ഫാൻ ബബേ. ലെമയൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ 2.5 മണിക്കൂർ ഡ്രൈവാണ് ലേയിലേക്ക് കാണിച്ചത്. അതിനു മുമ്പ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ കടക്കുമ്പോൾ വളരെ കർശനമായ പരിശോധനകളുണ്ടെന്നാണ് നമ്മുടെ അറിവ്. നോക്കാം. ഇപ്പോൾ ഖൽസി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് പോലീസ് ചെക്ക് പോസ്റ്റ്. സിന്ധു നദിയുടെ കുറുകെയുള്ള ഒരു പാലം കടന്ന ഉടനെ ഖൽസി എത്തി. എന്തായാലും കുറേ നേരമായി, ഇനിയുണ്ട് ഒരു 2 മണിക്കൂറിൽ താഴെ. ഇപ്പോൾ സമയം 4:30. നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 6000 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റഡ്. ഇന്ന് 14-ാം ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയും ഉണ്ട് കുറേ ദിവസങ്ങൾ. ഇനി ലേയിലേക്ക് എത്തിയിട്ട് ഇന്ന് ശരിക്കും നമ്മൾ റെസ്റ്റ് ചെയ്യണം, അക്ലിമറ്റൈസ് ചെയ്യണം. പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി നടക്കരുതെന്നാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് നമ്മളൊന്ന് അതിനോട് അഡ്ജസ്റ്റഡ് ആവണം. ഇപ്പോൾ ലഡാക്ക് പോലീസ് ചെക്ക് പോസ്റ്റ് ഖൽസി. സൈലൻ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയാണ് ചെക്കിങ് നടക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലഡാക്കിലേക്കുള്ള എൻട്രിക്ക്. അവിടെ നിർത്തിയിട്ട് നമ്മുടെ ഒരു ലൈസൻസ് കൊണ്ടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെന്താ ചോദിച്ചത്? ഒന്നുമില്ല, വണ്ടി നമ്പർ എവിടുന്നായിരുന്നു? നിന്റെ ഫോൺ എന്തിനാ എടുത്തപ്പോൾ? ഞാൻ വിചാരിച്ചാൽ ILP എങ്ങനെ കാണിക്കണം. അവിടെ കുറിച്ച് വെച്ചു, രജിസ്റ്ററിൽ എൻട്രി ചെയ്തു. എൻ്റെ നമ്പർ കൊടുത്തു. ഓക്കെ. ILP ഇനി വേറെ സ്ഥലമുണ്ടോ? ILP ചെക്ക് പോയിന്റ് വേറെ ഉണ്ടോ? ഇങ്ങനെ ചെക്കിങ് കഴിഞ്ഞ് വളരെ സ്മൂത്തായി മുന്നോട്ട് നീങ്ങാണ്. നമ്മുടെ മിലിറ്ററി ക്യാമ്പുകൾ ധാരാളമായിട്ടുണ്ട്. ഒരു പുതുമയല്ലാണ്ടായി. നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളുടെ ബോർഡിൽ പേരൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ ഒരു സന്തോഷം. കർദുംഗല, പാങ്കോങ് ഒക്കെ നമ്മൾ അടുത്തെത്തിയല്ലോ. സിന്ധു നദി നല്ല നീല നിറത്തിൽ നമ്മുടെ വലത്തുവശത്തായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ സംഗമസ്ഥാനത്ത് കോൺഫ്ലുവൻസിൽ നമ്മളൊരു 1.25 മണിക്കൂറിലെത്തും. കുറച്ചും കൂടി ഇരുന്നപ്പോൾ വഴിയിൽ വണ്ടികളൊക്കെ നിർത്തി ചെക്ക് ചെയ്യുന്നുണ്ട്. വടിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അടിക്കാനാണോ? പട്ടാളം കൊണ്ട് പോലീസ് ഉണ്ടെന്ന് തോന്നുന്നു. ചിലരോടൊക്കെ വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നണേ. ഭാഷയുടെ പ്രത്യേകത തന്നെ. ഭാലൂക്കർ സ്ഥലത്തിൻ്റെ പേര്. എന്നാ പോവാം.
ഇടയ്ക്ക് ഈ പോപ്പുലർ മരങ്ങൾ കാണുന്നതിന് ഇപ്പോൾ ഒരു സന്തോഷമായി തുടങ്ങി. കാരണം ഒരുപാട് ദൂരം വേറെ ഒന്നുമില്ല, ഇങ്ങനെ വരണ്ട് കിടക്കുന്ന മലകൾ മാത്രമാണ് ഉള്ളത്. നമുക്കിനി ഈ എൻ റൂട്ട് കാണാനുള്ളത് സിന്ധു നദിയുടെയും സംസ്കാർ നദിയുടെയും ഒരു സംഗമ സ്ഥാനമാണ്. ഇത് സംഗം പോയിന്റ്, കോൺഫ്ലുവൻസ് പോയിന്റ് ഓഫ് സിന്ധു റിവർ, ഇൻഡസ് ആൻഡ് സംസ്കാർ. പാകിസ്ഥാനിലേക്ക് നോക്കിയിരിക്കണല്ലോ. അതൊരു മിലിറ്ററി ക്യാമ്പാണ്. അതിൻ്റെ മുകളിലൊരു ബുദ്ധിസ്റ്റ് ഐക്കൺ കാണാം. ഈ മേഖലയിലൊക്കെ അത് വളരെ സാധാരണമാണ്. ധനു റൊഹാരി എന്നാണ് പേര് ക്യാമ്പിൻ്റെ. അവർക്കറിയാലോ അതൊക്കെ. ഇവിടുത്തെ ടോപ്പോഗ്രഫി ഏറ്റവും കൂടുതൽ അറിയുന്നത് മിലിറ്ററിക്കാണ്. മിലിറ്ററിയുടെ കൈവെള്ളയിലാണ് ലഡാക്ക്. ആ നേരെ കാണുന്ന കറുത്ത മലയിലേക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു വെറൈറ്റിയാണ് തോന്നുന്നത്. കോംഡ് റോക്ക് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ലഡാക്കിലെ ഓരോ മലയ്ക്കും ഒരേ കഥ പറയാനുണ്ടെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും ഡൈവേഴ്സിഫൈഡ് ആണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി. ശരിക്കും ജിയോളജിസ്റ്റുകളൊക്കെ ധാരാളമായി പഠനങ്ങൾ ഇനിയും നടത്തേണ്ട ഒരു മേഖലയാണ്. ലഡാക്ക് എപ്പോഴും നമുക്ക് ഒരു നിഗൂഢത നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. ഇന്നും ഏറെക്കുറെ അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. 19ാം നൂറ്റാണ്ട് മുതലേ ഇവിടെ ഒരുപാട് എക്സ്പെഡീഷൻസും റോക്ക് കളക്ഷൻസ് അങ്ങനെയൊക്കെയുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ ജിയോളജിസ്റ്റുകളാണ് ആദ്യം ഈ മേഖലയിൽ പഠനം നടത്തി തുടങ്ങിയത്, ബ്രിട്ടീഷേഴ്സ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇന്ത്യ 2000 മുതൽ ഇന്ത്യ ഇവിടെ വളരെയധികം പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സിനെ കുറിച്ചും ജിയോ തേർമൽ സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു എൻസൈക്ലോപീഡിയയാണ് ശരിക്കും ലഡാക്ക്. പക്ഷേ സെക്യൂരിറ്റി റീസൺസ് കാരണം അത്രയ്ക്ക് അങ്ങോട്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. മലമുകളിലെ ഗോമ്പകളും ബുദ്ധസ്തൂപങ്ങളും ഇങ്ങനെ കണ്ടു തുടങ്ങി. പരശു ടെസ്കോസ്, അവിടെ ഒരു മിലിറ്ററി ക്യാമ്പുണ്ട് ഈ ബുദ്ധസ്തൂപോട് ചേർന്ന്. ഈ ലഡാക്കിലെ വളരെ പ്രശസ്തമായ മലമുകളിലെ മൊണാസ്ട്രികളും ബുദ്ധസ്തൂപങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, ഇതൊരു ബുദ്ധിസ്റ്റിന് പ്രിഡോമിനൻസ് ഉള്ള സ്ഥലമാണെന്നാണ്. പക്ഷേ ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശം എന്ന രീതിയിൽ മൊത്തത്തിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് ഈക്വലാണ് മുസ്ലിം ആൻഡ് ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ. മുസ്ലിംസ് 46% ഉണ്ട്, 40% ബുദ്ധിസ്റ്റുകൾ, പിന്നെ ഒരു 14% ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ് അങ്ങനെ പല വകയൊക്കെ ആയിട്ട് ചേർന്നിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡെമോഗ്രഫി. ലഡാക്കിൽ ഒറിജിനലി 2 ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നത്, ലേയും കാർഗിലും. പിന്നെ ഇപ്പോൾ ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 5 ഡിസ്ട്രിക്റ്റും കൂടി ഇങ്ങനെ കാർവ് ഔട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട് വൈസ് നോക്കുമ്പോൾ കാർഗിലിൽ ഒരു 80% മുസ്ലിംസ്, ഷിയ മുസ്ലിംസും, ലേ ഡിസ്ട്രിക്റ്റിൽ ഒരു 75% ബുദ്ധിസ്റ്റുകളാണ്. ഇത് ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ശരിക്കും ആദ്യകാലത്ത് ലഡാക്ക് മുഴുവൻ ബുദ്ധിസ്റ്റ് സ്വാധീനത്തിലായിരുന്നു, തിബറ്റിൻ്റെ പ്രോക്സിമിറ്റി കാരണം. 1ാം നൂറ്റാണ്ട് മുതലേ ഇവിടെ ബുദ്ധിസ്റ്റ് കൾച്ചറാണ് നിലനിന്നിരുന്നത്. ഇസ്ലാം മതം ഇങ്ങോട്ട് കടന്നു വന്നത് 14-15 നൂറ്റാണ്ടുകൾ. അത് കാശ്മീരിന്റെ പ്രോക്സിമിറ്റി കാരണം താഴെ നിന്ന് ഇങ്ങനെ പ്രചരിച്ചതാണ് കാർഗിൽ മേഖലയിൽ. അങ്ങനെ നമ്മൾ 2 നദികളുടെ സംഗമസ്ഥാനത്തെത്തി. സിന്ധു നദിയും സംസ്കാർ നദിയും കൂടി സംഗമിക്കുന്ന സ്ഥാനമാണിത്. ഇതാ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നതാണ് സിന്ധു നദി, റിവർ ഇൻഡസ്. അതിങ്ങനെ നല്ല ബ്ലൂ കളറിൽ, അത് കൈലാസത്തിൽ നിന്നാണ്, മാനസ സരോവറിനൊക്കെ അടുത്തുനിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ ഗ്ലേഷ്യർ നദിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേയും കൂടി ക്ലിയറാണ്. ഈ ഇവിടെ നിന്ന് നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് ഒഴുകി വരുന്നത് സംസ്കാർ നദി. ഇത് ലഡാക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നദിയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇവിടെ ചേരുമ്പോൾ ഒരു സംഘം എന്നാണ് ഇവിടെ ലോക്കലി അറിയപ്പെടുന്നത്. സംഗമം. ഗ്രോ അറ്റ് യുവർ സർവീസ്, പ്രൈഡ് ഓഫ് ദി നേഷൻ ഒക്കെ അവിടെ പുതിയ റോഡ് ആണ് ആ കാണുന്നത്. സംസ്കാർ വാലി റോഡ് എന്നാണ് പേര്. അതിലെ അങ്ങനെ പോയത് മണാലി വരെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ആ സംഗമസ്ഥാനത്ത് നിറവ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻഡസ് നദി ബ്ലൂവും സംസ്കാർ നദി ഗ്രീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല.
മിലിറ്ററി വാഹനങ്ങൾ ധാരാളമായിട്ട് ഇങ്ങനെ ഇതിലേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിലിറ്ററി ഏരിയ ആണല്ലോ ലഡാക്ക്. ഈ സ്ഥലം നിമു എന്നാണ് ഇതിൻ്റെ പേര്. ഈ റോഡ് നദിയുടെ രണ്ട് വശത്തും, സംസ്കാർ നദിയുടെ ഈ വശത്തും ആ വശത്തും റോഡുണ്ട്, ഒരു പാലൻ്റെ ഇടയിൽ. അപ്പോൾ ഒരുപാട് പ്രോജക്റ്റുകൾ, ഓപ്പറേഷൻ യോജക് എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് നദികളെ തമ്മിൽ യോജിപ്പിക്കുന്നു, ഈ മലകളെ തമ്മിൽ യോജിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. പല സീസണിലും ഈ കോൺഫ്ലുവൻസ് പല കാഴ്ചകളാണ് നമുക്ക് തരാമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇതിലും രസകരമായൊരു സ്ഥലം. അങ്ങനെ നമ്മൾ എത്തി ലഡാക്കിലെ മാഗ്നറ്റിക് ഹിൽ. നമ്മളിവിടെ ഇങ്ങനെ സ്ലോപ്പിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ തന്നെ വണ്ടി ബാക്കിലേക്ക് പോകുന്ന ഒരു ഗ്രാവിറ്റേഷണൽ, ആൻറ്റി ഗ്രാവിറ്റേഷണൽ അത്ഭുതം, അതാണ് മാഗ്നറ്റിക് ഹിൽ. ആ ബോർഡിലെ ഡീറ്റെയിൽസ് ഉണ്ട്. ദ ഫിനോമിനൻ ദാറ്റ് ഡിഫൈസ് ഗ്രാവിറ്റി. നമ്മളിവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ തന്നെ പിന്നേക്ക് ഇങ്ങനെ കയറും. പുറത്തിറങ്ങി നിൽക്കാന്ന് അവരെല്ലാരും ഇറങ്ങിയിട്ട് നിന്നിട്ട് ഡ്രൈവറിലുണ്ട് അവരെ ഓടിക്കാൻ പോണേ. എന്തായാലും ഒരു രസമാണ് കേട്ടോ. ഹോസ്റ്റിൽ കൈയൊക്കെ വിട്ട് കാണിക്കുന്നുണ്ട്, കാലും കൂടി വിട്ട് കാണിക്കും. ഇത് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെ ബാക്കിലേക്ക് പോകും. ന്യൂട്രലിട്ട് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ബാക്കിലേക്ക് പോകും. നമുക്ക് അത്രയും ഒരു ഇഷ്ടപ്പെട്ടില്ലേ വണ്ടി ഇങ്ങനെ ബാക്കിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇത് വരുമല്ലോ. മാത്രമല്ല അത്യാവശ്യം ഗതാഗതമുള്ള റോഡാണ് ഇത്. ഡിഫൈങ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഇവിടെ ഈ മലകളിൽ നിന്ന് വന്ന് നമ്മളിങ്ങനെ വണ്ടി പിന്നേക്ക് വലിക്കുക എന്നാണ് പറയുന്നത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലർ പറയുന്നത്, സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നത് വെറും ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണെന്നാണ്. എന്തായാലും മാഗ്നറ്റിക് ഹിൽ ഇസ് എ സിമ്പിൾ ആൻഡ് നൈസ് എക്സ്പീരിയൻസ്. അത് ഒപ്റ്റിക്കൽ ഇല്യൂഷനാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാവാം, അല്ലാതിരിക്കാം. ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്യൂഷൻസ് ആണല്ലോ. ജസ്റ്റ് എൻജോയ് ഇറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ലേ പട്ടണത്തോട് അടുക്കാറായി. ഒരു പ്രത്യേകമായൊരു ക്യാൻവാസാണ്. നേച്ചേഴ്സ് പെയിൻറ്റഡ് ബ്യൂട്ടിഫുൾ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തെളിയണത് നീലയുടെ വിവിധ ഭാവങ്ങൾ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്ലൗഡ്സൊക്കെ നിന്നിട്ട് ഭയങ്കരമായൊരു ഭംഗി. എന്ത് സുന്ദരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്ലൂ. ഇത് ആകാശവും ദൂരെയുള്ള മലകളെല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു വിസ്മയ ചിത്രം. അതെന്തായാലും നല്ലൊരു രസകരമായൊരു വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ ലേ സിറ്റിയിലേക്ക് പ്രവേശിച്ചു. ഇത് ലഡാക്കിലെ ലാർജസ്റ്റ് സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ യൂണിയൻ ടെറിട്ടറിയുടെ ക്യാപിറ്റലും കൂടിയാണ്. ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഒരു 11,550 അടിയാണ്. നമ്മുടെ അപ്പർ ഇൻഡസ് റിവർ വാലിയിലാണ്. അത് ഒരു ഡെസേർട്ട് തന്നെയാണ്. ടിബറ്റൻ ബുദ്ധിസ്റ്റ് കൾച്ചറാണ് ഇവിടുത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടുത്തെ കാലാവസ്ഥ നോർമലി ഭയങ്കര നല്ല കാലാവസ്ഥയാണ്. 15 ഡിഗ്രി തൊട്ട് 25 ഡിഗ്രി. അതിന് മുകളിലേക്ക് ഒരിക്കലും പോവില്ല. ഏറ്റവും സമ്മറിലും പോവില്ല. -15 നോർമലി. അപ്പം നമുക്കിപ്പോൾ ഇവിടെ 6 ആണ് കാണിക്കുന്നത്. ഇനി രാത്രി 0 അതും കഴിഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. സമയം 6:30 കഴിഞ്ഞു. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുകയാണ്. 10 മിനിറ്റിൽ നമ്മൾ ഹോം സ്റ്റേയിലേക്ക് എത്തും. ലേ സിറ്റിയിൽ എത്തി. ലേ ഒരു വലിയ സിറ്റിയാണ്. ഇറ്റ്സ് എ ലാർജസ്റ്റ് സിറ്റി. നമ്മുടെ ഈ ലഡാക്ക് റീജിയനിലെ ഏറ്റവും വലിയ സിറ്റിയാണ്. അതിൻ്റെ ക്യാപിറ്റലുമാണ്, ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ലേയിൽ നമ്മൾ പണ്ടത്തെ പുരാതനമായ ചൈനക്കാരുമായിട്ട് നമ്മൾ വ്യാപാരം നടത്തിയിരുന്ന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു ഈ ലേയൊക്കെ, ലേ നഗരമൊക്കെ. അന്ന് ലേ പട്ടണമായിരിക്കാം. അപ്പോൾ അന്നേ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മെയിനായിട്ട് ടൂറിസമാണ്. നമ്മുടെ യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക്. വളരെ ഡിസ്പ്യൂട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ അതിർത്തി ഷെയർ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ പഴയ ലഡാക്കിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാനിലാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ് ലേ. നല്ല സീസണാണ്. കാരണം ധാരാളം വാഹനങ്ങൾ, ഇങ്ങനെ ടൂറിസ്റ്റ് വാഹനങ്ങൾ പോകുന്നുണ്ട്. ബൈക്കേഴ്സ് പോകുന്നുണ്ട്. പണ്ടൊക്കെ ബൈക്കേഴ്സാണ് ലഡാക്ക് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കേഴ്സിൻ്റെ കുത്തകയായിരുന്നു. പിന്നെ ഈ ശ്രീനഗറുമായിട്ട് വളരെ അടുത്ത് കിടക്കണ കാരണം ശ്രീനഗറിൽ നിന്ന് ഇപ്പോൾ ഒരു 9-10 മണിക്കൂർ ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടൂറിസം ഡെവലപ്പ് ചെയ്തു. മഞ്ഞുമലകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന, ഉണർന്നിരിക്കുന്ന ഒക്കെ ആയിട്ടുള്ളൊരു നഗരമാണിത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് ശരിക്കും നിയമം അനുസരിച്ച്, ലഡാക്ക് അഡ്വൈസറി അനുസരിച്ച് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ 2 ദിവസം അക്ലമറ്റൈസ് ചെയ്യണമെന്നാണ്.
അത് പ്രത്യേകിച്ചും പറന്നിറങ്ങുകയാണെങ്കിൽ ഇവിടെ എയർപോർട്ടുണ്ട്, ലേയിലെ എയർപോർട്ടുണ്ട്, നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ 2 ദിവസം എന്തായാലും റെസ്റ്റ് ചെയ്യണം എന്നാണ് നിയമം. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പതുക്കെ കയറി വരണ കാരണം, പതുക്കെയല്ല വരണം, എന്നാലും കയറി വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഗ്രാജുവൽ ഒരു നമുക്ക് അക്ലമറ്റൈസ്ഡ് ആയിണ്ടാവും. നമ്മളിടയ്ക്ക് പുറത്തിറങ്ങി നിന്നു അങ്ങനെയൊക്കെ എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ഓക്സിജൻ ലെവലിൻ്റെ കുറവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. പിന്നെ ഡയമോക്സ് എന്ന് പറഞ്ഞൊരു ഗുളിക 3 ദിവസം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അഡ്വൈസറിയിലുള്ളതാണ്, വെബ്സൈറ്റിൽ തന്നെയുണ്ട്. പിന്നെ ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട്, മൊത്തം ലഡാക്ക് യാത്രക്കാർ ഉപദേശിക്കുന്നുണ്ട്. ഞാൻ 5 ദിവസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പ്രശ്നമായി. അത് ഭയങ്കര സൈഡ് എഫക്ട്സ് ആയി, ടോട്ടലി ലോസ്റ്റായി. അപ്പോൾ അത് കാരണം ഞാൻ നിർത്തി. ഇവർ 3 ആളും 3 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അത് മതി. നമ്മൾ വിജയകരമായി കാർ ഓടിച്ച് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ലേയിലെത്തി. ഒറ്റടിക്ക് ഓടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഒരു 3-4 ദിവസം എടുക്കുമായിരിക്കും അല്ലേ, 4-5-6 ദിവസത്തിൽ. പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ വന്നത്. ഇത് 14-ാം ദിവസം എന്ന് വെച്ചാൽ നമ്മൾ അതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ കണ്ടുല്ലോ. അതിൻ്റെ കൂടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തുല്ലോ. അപ്പോൾ വളരെ സന്തോഷം. ഇനി ലേയിലെ ലഡാക്കിലെ കാഴ്ചകളൊക്കെ ഈ ദിവസങ്ങളിൽ കാണിച്ചു തരാം. നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് നേരത്തെ ഇന്നെങ്കിലും ഉറങ്ങണം എന്നുണ്ട്. കാരണം ഇനി നാളെ 5 മണിക്ക് ഇറങ്ങണം. ഉറക്കത്തിൻ്റെ കുറവ് എല്ലാവർക്കും തോന്നുന്നുണ്ട്, ഒരു ക്ഷീണം, അങ്ങനെ മയങ്ങി പോവാം. നാളെ നമ്മൾ ലേ സിറ്റി മൊത്തം കാണും. കുറേ കാര്യങ്ങളുണ്ട്, മൊണാസ്ട്രികളും ഒക്കെ ആയിട്ട്, പാലസും ലേ പാലസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വേഗം ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ വന്ന് ഇറങ്ങി. നല്ല രസമുള്ള ഒരു ഫ്രണ്ടിലൊരു ചെറിയ സ്പേസ് ഉണ്ട്, നല്ലൊരു ഗാർഡൻ, ലോൺ ആൻഡ് സിറ്റിംഗ് സ്പേസ്. ആ ഹോസ്റ്റ് നമ്മുടെ ഹോസ്റ്റ് കിളികൾക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലാണ് നമ്മുടെ റൂം. കുറച്ച് സൂക്ഷിച്ച് പൊക്കോളോ, സൈഡ്. ഓക്കെ. റെയിലിംഗ് ഇല്ല സൈഡിൽ, അപ്പോൾ സൂക്ഷിച്ച് പോകാം. ഇത് പണിത് വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല, ഭയങ്കര തണുപ്പാണ്. കിടുകിടുന്ന് ഇങ്ങനെ ആവുക, ശ്വാസം കിട്ടാത്ത പോലെ ഇപ്പം തന്നെ ആയി തുടങ്ങി. Then COVID हुआ तो we have a small sweet balcony too. It's nice. So we got nice rooms. നല്ല ബാൽക്കണി ഉണ്ട്, നല്ലൊരു നിറയെ ഇലകൾ. ചുമ ഇറങ്ങി, തണുപ്പടിച്ച്. കാറ്റ്, ഭയങ്കര കാറ്റാണ്. ഇതും എൻ്റെ അപ്പുറത്തും. സെക്കൻഡ് റൂം ഇതിൻ്റെ അപ്പുറം. താങ്ക് യു. नॉन वेज वी आर सो कल हम बुद्धा दर्शन के लिए जाना है तो हमने ना that's okay. जब तक हम बुद्धा दर्शन करेंगे. Where are you going for? Choklam sir, around 20 kilometers from here. It's a monastery. Yeah, monastery is there. What's the name? Jivetsal. Is in Leh itself? 20 kilometers from here. Okay. Buddha relax. Buddha relax. Original one. Yeah. Could you please tell me the location? Jivetsal. Choklam sir. Choklam. Yeah, Choklam sir. CHOKLAMSAR. CHOG. Choklam sir. Choklam sir. Jivetsal. Photo. It's just 9.6 from here. We can also go and visit maybe. Yeah, you can visit that. Because tomorrow is the chance for this whole Leh palace, Leh main city peoples. They are going for darshan. And day after other peoples. So it's not allowed. No crowd. That's Oh why, yeah. So you check, but not sure. okay. Because they fix the dates, people who are coming tomorrow, From- day after this village to this village,
Then after Oh, okay, okay. like That's this. good. That's good So no arrangement. crowd. Yeah. Otherwise, it'll be. From 8 o'clock to I think till 6. എന്തായാലും ഞാൻ തപ്പിയെടുത്ത സ്ഥലം കണ്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നി. കാരണം ഹൈവേയിൽ നിന്ന് 4 വീടപ്പുറം എന്ന് പറയാവുന്ന പോലെയുള്ള ഒരു സംഭവം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ. ഇങ്ങനെ ഓറഞ്ച് കഴിഞ്ഞ് ചുവന്ന് തുടുത്ത് തുടങ്ങി. Ghee डाल के लाओ because some people don't. We like it. मैं गरम करके लाती हूँ घी. हाँ ये यहाँ रख दो. വിറച്ചിട്ട് വീഡിയോ എടുക്കണ നല്ല സ്റ്റൈലാണപ്പോൾ. താഴ്ത്തിരിക്കലാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലേ, ശീലമില്ലാത്തതുകൊണ്ട്. എന്നാലും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം. ഈ ആഴ്ച ഇവിടെ ഒരു വിശേഷപ്പെട്ട ബുദ്ധൻ്റെ മൊണാസ്ട്രി, അവിടെ ബുദ്ധ റെലിക്ക് ഉണ്ട്. അപ്പോൾ ആ റെലിക്ക് വെച്ചാണ് കാരണം അത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ഏരിയയിൽ നിന്നുള്ള ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവർക്ക് വിസിറ്റ്. നാളെയാണ് ഇവരുടെ ഡേറ്റ്. അപ്പോൾ നാളെ അവരങ്ങോട്ട് പോണ കാരണം അവർ ഈ കുറച്ച് ദിവസം വെജിറ്റേറിയൻസ് ആണ്. അതുകൊണ്ട് ദേ ഡോണ്ട് പ്രിപ്പയർ നോൺ വെജ് ദിസ് വീക്ക്. ഈസ് ദാറ്റ്സ് ഫൈൻ. നമുക്ക് വേണ്ടി സൊമാറ്റോ ചെയ്യാം കേട്ടോ, ഇവിടെ സൊമാറ്റോ ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ തനതായ സംഭവങ്ങൾ മതി എന്ന് പറഞ്ഞു. എന്തായാലും ബുർജി ഉണ്ട്, ഒരു സന്തോഷം. പിന്നെ ചേട്ടൻ കഴിച്ചിട്ട് പറയേ ബഹുത് ബടിയ. അപ്പം നമ്മളങ്ങനെ ലേയിൽ നമ്മുടെ ആദ്യത്തെ രാത്രി നല്ല ഫുഡായിരുന്നു. വളരെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ലഡാക്കി സ്റ്റൈലിൽ താഴത്തിരുന്ന് കഴിക്കലാണ് ഒരു ബുദ്ധിമുട്ട് അല്ലേ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം കാലമൊക്കെ നീട്ടി ചാരി ഇരുന്നൊക്കെ കഴിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിനി വേഗം ഈ യാത്ര തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നമ്മളൊരു 10 മണിക്ക് മുമ്പ് ഉറങ്ങും. ഇതാ ഓസ്റ്റിൻ ഫ്ലാറ്റ് കാരണം ത്രൂ ഔട്ട് വന്നതിന് ഒറ്റ പിടിക്കുകയായിരുന്നു. കൈ മാറിയില്ലേ വണ്ടി. ഒരു 11 മണിക്കൂറോളം എടുത്തു, ഒരു ലഞ്ച് സ്റ്റോപ്പ് അടക്കം. പിന്നെ ഒരു പ്രത്യേക ടെറൈനാണല്ലോ, ഭയങ്കര ശ്രദ്ധിച്ച് ഓടിക്കേണ്ട സാധനമാണ്. കുറേ മഞ്ഞിക്കോടെ, പിന്നെ നല്ല കാറ്റും. പുറത്തിറങ്ങുമ്പോൾ തണുത്തിട്ടും മരവിച്ചിട്ട് ശരിക്കും നമുക്ക് ആ ക്ലൈമറ്റ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് തോന്നും. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഗംഭീരമാക്കി. പപ്പയ്ക്കും ജോൺസണും നല്ല തണുപ്പിൻ്റെ സ്ഥിതി ഉണ്ട്. മുഖമൊക്കെ ഇപ്പം തന്നെ ഒരു പരിവായിണ്ട്, കറുത്ത് ചോന്ന് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഞാൻ എന്താണോ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നാളത്തെ കാര്യം അറിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇന്ന് കുളിക്കരുത്, ഷവർ ചെയ്യരുത്, പെട്ടെന്ന് ഈ മുഖമൊക്കെ കഴുകൽ മാത്രം നടക്കുക, നാളെ മോർണിംഗ് കുളിക്കുക, അങ്ങനെ പതുക്കെ. പിന്നെ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കുക, ORS കുടിക്കുക. എന്തിനാ ORS എനിക്ക് മനസ്സിലായില്ല. നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പതുക്കെ കാമായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നെന്തായാലും നമ്മൾ കാമാണ്, നമ്മൾ ഉറങ്ങാൻ പോകുന്നു. ഒരു 8 മണിക്കൂർ ഉറങ്ങി നാളെ എന്നിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ കാലത്ത്, അപ്പോഴാണ് എല്ലാം തുറക്കുള്ളൂ. ലേ പാലസും ഇവിടുത്തെ മൊണാസ്ട്രികളും അങ്ങനെ സിറ്റി പര്യടനം നാളെ നടത്തണം. അപ്പോൾ ഗുഡ് നൈറ്റ്. Good night. From FTT Family Travel Trails, the 14th day. Signing off. Good night. Good night.